ആരാടോ തന്റെ അടുത്ത് വാടകക്കാരെ? ഒരു ഡീസൽ പാർട്ടിയാണ്. എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. എവിടേക്കറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. അതെങ്ങനെ എയറിലായി മനസ്സിലായില്ല. അതായത് കറക്റ്റ് എനിക്കും അറിഞ്ഞൂടാ കേട്ടോ. ബെസ്റ്റ്. നമ്മളിപ്പോ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോലി ഇതുപോലെ വൃത്തിയാക്കലായതുകൊണ്ട് അറിയാം എവിടെയൊക്കെ ഹിഡൻ സ്പോട്സിൽ പൊടി ഉണ്ടാവും അല്ലെ അഴുക്കുണ്ടാവും എന്നുള്ളത്. ആണോ? ഭയങ്കര. അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ പ്രോപ്പർ ആയിട്ട് ഒരു വീഡിയോ ആക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോ നിങ്ങൾ അത് വീഡിയോ ആക്കും. എക്സാക്ട്ലി. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇവക്ക് അലർജിയാണ് വൈഫിന്. അപ്പം കുറെ നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് അത്യാവശ്യം കുറവുണ്ട് കേട്ടോ. അതേതായാലും നന്നായി. അപ്പൊ ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ റൂം വൃത്തിയുള്ളോ നോക്കി എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചിട്ട് സെറ്റ് ആയില്ലെങ്കിൽ നമ്മളത് വീഡിയോ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇടയ്ക്ക് ഒരു ഹോട്ടലിന്റെ റൂം നിങ്ങളാണോ ഇട്ടിരുന്നത്? ഞാൻ ആക്ച്വലി ആരാ എന്താന്ന് ഓർക്കണേ. പ്രശ്നമാണോ? അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇല്ല എനിക്ക് ഞാൻ പൈസ കൊടുത്ത് ഒരു ഫെസിലിറ്റി എടുക്കുമ്പോ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ഞാൻ പ്രശ്നക്കാരനല്ല കേട്ടോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വെറുതെ ഒരു പ്രശ്നക്കാരൻ. എനിക്ക് ഒരു പാലക്കാട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോയി നിൽക്കുക. കൈ കഴുകിയിട്ട് ഈ കണ്ണാടി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വെയിറ്റർമാരൊക്കെ കൂടെ പിടിച്ചു നിർത്തിയപ്പോ പറയാ, ആ കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം, കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം. ഇപ്പൊ അവിടെ ഒരു വെയിറ്റർ പോയാ, എന്നാ പിന്നെ നിനക്ക് ഈ ഹോട്ടലൊരു ബോംബ് വെച്ച് തകർത്തിട്ട് അതിന്റെ പൈസ കൊടുത്താൽ പോലെ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതിൽ ഇത് വേലിയിലിരുന്ന പാമ്പായിരുന്നു. പോണതിന് മുമ്പ് ഇനി ഫ്ലോർ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേടി. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഈ മനോരമയ്ക്ക്? ഇവൻ ഇനി ആ സെറ്റിന് വൃത്തിയില്ല, ഇവിടെ ആ പൂത്തിരിക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്. പറഞ്ഞേക്കാം, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.